ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രി. ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സസൈസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിളിൻ്റെ ആയിട്ട് ബി എന്ന് പറയുന്നത്. അപ്പോൾ ബീൻ്റെ അവിടെയാണ് 90 ഡിഗ്രി വരേണ്ടത്. എ ബി ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ ആൻഡ് ബി സി ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. ഡിറ്റർമിൻ സൈൻ എ കോസ് എ. ഇത് രണ്ടാമത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ പൈത്തഗോറസ് തിയറി അനുസരിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രയാങ്കിളാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതപ്പോൾ ബൈ പൈത്തഗോറസ് തിയറി അനുസരിച്ചിട്ട് പൈത്തഗോറസ് തിയറം ഈ ഒരു ട്രയാങ്കിൾ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ ഇതാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ റൈറ്റ് ആംഗിൾ ഡെറ്റ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കണം ബി. അപ്പോൾ ഇത് ഇവിടെ നിന്ന് എയിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന എ ബി, ഇവിടെ സി വരും. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ പൈതഗോറസ് തിയറി അനുസരിച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഇതാ, അതായത് ഇതാണ് ഹൈപ്പോട്ടനസ്. ഈ 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഹൈപ്പോട്ടനസ്. ഇതാണ് ലോങ്ങസ്റ്റ് സൈഡ്. അപ്പോൾ എ സി എന്ന് പറയുന്ന സൈഡാണ് ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ്, അതായത് ഹൈപ്പോട്ടനസുമാണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് എഴുതാം ഇതിന്. ഇത് ഹൈപ്പോട്ടന്യൂസ് എന്ന് എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈനയും കോസയുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് എഴുതേണ്ടത് ഈ പൈതഗോറസ് തിയറി അനുസരിച്ചിട്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിലെ സൈഡ് എ സി സ്ക്വയർ എന്നാണ്. ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൻ്റെ ലെങ്ത് അനുസരിച്ച് എ സി. അപ്പോൾ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി എഴുതാം, അതിൻ്റെ സ്ക്വയർ പ്ലസ് ഈ ബി സി ചെയ്താൽ അപ്പോൾ ബി സി സ്ക്വയർ. ഇനി അതനുസരിച്ച് എഴുതി. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടാകും നോക്കാം. ബി സി തന്നിട്ടുണ്ട്. അപ്പോൾ ബി സി 7 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടാകും നോക്കാം. എ ബി തന്നിട്ടുണ്ട്. എ ബി എന്താ തന്നേക്കണത്? എ ബി 24 സെൻറ്റിമീറ്റർ. ഇത് രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ബീൻ്റെ സ്ഥലത്ത് 24 സ്ക്വയർ. അപ്പോൾ 24 ആണ് എ ബി. 24 സ്ക്വയർ പ്ലസ് ബി സി ഈസ് ഈക്വൽ ടു 7. അപ്പോൾ 7 സ്ക്വയർ. ഇത് 24 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 24 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ എത്രയെന്ന് വെച്ചാൽ അവിടെ എഴുതാം. അപ്പോൾ അത് 24 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 576 ആണ്. 576 പ്ലസ് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. അതിൻ്റെ വാല്യൂ എത്രയാണ്? രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 625 കിട്ടും. ഇനി നമുക്ക് ഇത് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ആണ് കിട്ടിയേക്കുന്നത്. എ സി സ്ക്വയർ ഈക്വൽ ടു ആണ് ഇപ്പോൾ ഫൈനലായിട്ട് 600. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എ സി സ്ക്വയറിൻ്റെ വാല്യൂ ആണ് 625 എന്ന് കിട്ടിയേക്കുന്നത്. ഇനി ഇതിൽ നിന്ന് എ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എ സി ഈക്വൽ ടു എ സി കാണണമെങ്കിൽ റൂട്ട് ഓഫ് ഇതിൻ്റെ റൂട്ട് എടുക്കണം. 625ൻ്റെ റൂട്ട്. അതായത് റൂട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കണേ? ഈ റൂട്ടിൻ്റെ അകത്ത് ഒരേപോലത്തെ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 625 കിട്ടും. അതായത് 25 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 625 ആണ്. അപ്പോൾ ഈ 625ക്ക് വരും 25 ഇൻറ്റു 25 എന്ന് എഴുതി. ഇനി ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം 25 എഴുതിയ ആൻസർ ഇത് 25 ആണ്. അതായത് ഇതിൽ നിന്ന് ഒരു 25 എഴുതി കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 625 എന്ന് പറഞ്ഞാൽ ആൻസർ 25 എന്ന് കിട്ടി. അപ്പോൾ എ സി കിട്ടി. നമുക്ക് എ സി അല്ല കണ്ടുപിടിക്കേണ്ടത് സൈനയും കോസയും ആണ്. അപ്പോൾ ഈ സൈനെ കാണാം. അതായത് ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ സൈൻ എ. അപ്പോൾ എ നമ്മൾ നോക്കണം. ഇതാണ് എ. എയിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ നേരെ നോക്കുമ്പോൾ കാണുന്നത് ആണ് എയിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്നത് സൈൻ എക്ക്. അപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ സൈനേൻ്റെ ഈ പിക്ചറിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കാണുന്ന ഓപ്പോസിറ്റായിട്ട് കാണുന്ന സൈഡാണ് ബി സി. അപ്പോൾ ബി സി ബൈ എ സി. അപ്പോൾ ബി സി എത്രയാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കണത്? ബി സി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 7 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 7 അപ്പോൾ ഈക്വൽ ടു 7 ബൈ എ സി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു. എത്രയാണ്? 25. അപ്പോൾ 7 ബൈ 25. അപ്പോൾ സൈന് കിട്ടി 7 ബൈ 25. 7 7ൻ്റെ ടേബിളിലേ പോവുള്ളൂ. ഈ 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ ടേബിളിൽ പോകുള്ളൂ. അപ്പോൾ ഇത് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ സൈനെ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞേക്കണത് രണ്ടാമത്തെ സൈനെ കഴിഞ്ഞാൽ കോസെ. അപ്പോൾ കോസെ എഴുതാം. കോസെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനയുടെ നേരെ തിരിച്ച്, അതായത് സൈനയിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണെങ്കിൽ ഇവിടെ അഡ്ജസൻറ്റ്
സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അതായത് ഇത് പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. അതായത് സൈൻ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ബി സി ബൈ സൈൻ എടുക്കുമ്പോൾ ബി സി ബൈ എ സി. ഇനി കോസ് എടുക്കുമ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് അല്ലാതെ ഇവിടെ ഒരു സൈഡ് കിടക്കുന്നുണ്ട്, എനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട്. ഇതാണ് അഡ്ജസ്റ്റൻറ്റ് സൈഡ്. അപ്പോൾ കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ബി. അപ്പോൾ അതിൻ്റെ വാല്യൂ ഏതാ? എ ബി ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് സൈഡ്? എ സി. അപ്പോൾ എ ബിയുടെ വാല്യൂ ഏതാ? ഇനി എ ബിയുടെ വാല്യൂ ഇവിടെ 24 ആണ്. അപ്പോൾ എ ബി എന്നൊരു വാല്യൂ ചെയ്താൽ 24 ബൈ എ സി 25. ഇതും നമുക്ക് ക്യാൻസൽ ചെയ്ത് പറ്റില്ല. ഇത് 2ൻ്റെ ടേബിളിൽ, ഇത് 5ൻ്റെ ടേബിളിൽ. അപ്പോൾ ഇതുപോലെ തന്നെ എഴുതാം. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് സൈൻ സി ആണ്. അപ്പോൾ സൈൻ സി ഈക്വൽ ടു സൈൻ സി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ സി ആണ്, ഇതാണ് സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സൈൻ സി എന്ന് പറഞ്ഞാൽ സീൻ്റെ അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ ഓപ്പോസിറ്റായിട്ട് കാണുന്ന സൈഡ് എ ബി ആണ്. അപ്പോൾ അതാണ് ഓപ്പോസിറ്റ് സൈഡ്, എ ബി ബൈ ഹൈപ്പോട്ട്ന്യൂസ്. ഹൈപ്പോട്ട്ന്യൂസ് പറഞ്ഞ സൈഡ് ഏതാണ് ഇവിടെ? എ സി. ഇനി വാല്യൂസ് ചെയ്താൽ എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് തന്നേക്കണത്? എ ബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നേക്കണത് 24 ബൈ എ സി എന്ന് പറഞ്ഞാൽ തന്നേക്കണത് കണ്ടുപിടിച്ചപ്പോൾ 24 ബൈ 25. അതാണ് സൈൻ സി, 24 ബൈ 25. ഇനി സൈൻ സി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ് സി. കോസ് സി ഇതുപോലെ തന്നെ സിയിലോട്ട് നോക്കുക. ഓപ്പോസിറ്റ് സൈഡ് ഇതാണെങ്കിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഇത് ഹൈപ്പോട്ട്നസ് ആണെന്ന് അറിയാമല്ലോ. ഇത് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന സൈഡ് ഏതാണ്? ബി സി ബൈ ഇത് ഹൈപ്പോട്ട്നസ് എന്ന് പറഞ്ഞാൽ എ സി. ഇനി ബി സിൻ്റെ വാല്യൂ ചെയ്താൽ ബി സി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് 7, എ സി ഹൈപ്പോട്ട്നസ് ആണ് 25 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇൻ ഗിവൺ ഫിഗർ ഫൈൻഡ് ടാൻ പി മൈനസ് കോട്ട. ഇതിൽ പിക്ചർ തന്നിട്ടുണ്ടാവും. പിക്ചറിൽ 2 സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, ഇങ്ങനെ ഒരു മാർക്കിങ്ങിലൂടെ മനസ്സിലായി. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഹൈപ്പോട്ട്നസ്. അപ്പോൾ ഇതാണ് ഹൈപ്പോട്ട്നസ്. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ടാൻ പിയും കോട്ടാറുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പൈതഗോറസ് തിയറമാണ് എപ്പോഴും അപ്ലൈ ചെയ്ത് മറ്റുള്ള സൈഡുകൾ തരാത്ത സൈഡുകൾ എപ്പോഴും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ട്നസ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതാദ്യം ഇതാ പി ആർ സ്ക്വയർ ഈക്വൽ ടു മറ്റുള്ള സൈഡുകൾ ഇതാ പി ക്യൂ സ്ക്വയർ പ്ലസ് ക്യൂ ആർ സ്ക്വയർ. അതായത് ഈ 2 സ്ക്വയർ പി ക്യൂൻ്റെ സ്ക്വയർ എടുക്കുക പ്ലസ് ക്യൂ ആർ അതിൻ്റെ സ്ക്വയർ എടുത്ത്. ഇനി നമുക്ക് വാല്യൂസ് തന്നിരിക്കുന്നതനുസരിച്ച് എഴുതാം. അപ്പോൾ നമുക്ക് പി ആർ ഹൈപ്പോട്ട്നസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 13 സ്ക്വയർ ഈക്വൽ ടു പി ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തന്നേക്കണത്? ഇവിടെ തന്നിട്ടുണ്ടോ? പി ക്യൂ സ്ക്വയർ 12. അപ്പോൾ 12 സ്ക്വയർ പ്ലസ് ക്യൂ ആർ സ്ക്വയർ. ക്യൂ ആർ തന്നിട്ടില്ല, ഈ സൈഡ് തന്നിട്ടില്ല പിക്ചറിൽ. അപ്പോൾ അതുപോലെ തന്നെ എഴുതാം. ഇനി നമുക്ക് ക്യൂ ആർ സ്ക്വയർ അതാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ഈ 12 സ്ക്വയർ ഇപ്പുറത്തോട്ടാക്കാം. അതായത് ഈക്വൽ ടുൻ്റെ ആർച്ച് സൈഡിലാണ് ഈ 12 സ്ക്വയർ കിടക്കുന്നത്. ഇത് പോസിറ്റീവായിട്ടാണ് കിടക്കണം, ഇങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞാൽ അർത്ഥം 12 സ്ക്വയർ പോസിറ്റീവ് ആണെന്ന്. അപ്പോൾ ഇത് ഇങ്ങോട്ട് സൈഡിലാക്കുമ്പോൾ ഇവിടെ ഓൾറെഡി 13 സ്ക്വയർ ഉണ്ട്. മൈനസ് ഇതിങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ 12 സ്ക്വയർ എന്നുള്ള ഈ സൈഡിൽ പ്ലസ് കിടക്കുന്നത് ഈ LHS സൈഡിലോട്ട് പോകുമ്പോൾ നെഗറ്റീവായി. ഈക്വൽ ടു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈക്വൽ ടുൻ്റെ ഇവിടെ ഇത് മാറ്റി ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യൂ ആർ സ്ക്വയർ. ഇനി 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 13 × 30 ആണ്. അതായത് 169 മൈനസ് 12 × 12 ആണ് 12 സ്ക്വയർ. അതായത് 144 ഈക്വൽ ടു ക്യൂ ആർ സ്ക്വയർ. അതായത് ഇത് മൈനസ് ചെയ്യുമ്പോൾ 25 കിട്ടും. 25 ഈസ് ഈക്വൽ ടു ക്യൂ ആർ സ്ക്വയർ. ഇതിനെ തിരിച്ചു ചെയ്താലോ? ഇതിനെ ഞാൻ തിരിച്ച് ചെയ്തതിന് ക്യൂ ആർ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് എഴുതണം. അതായത് നമുക്കിനി ക്യൂ ആർ സ്ക്വയറിൻ്റെ വാല്യൂ അല്ല കിട്ടണ്ടേ, ക്യൂ ആറിൻ്റെ വാല്യൂ കിട്ടണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൻ്റെ റൂട്ട് എടുത്ത് 25ൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ക്യൂ ആർ കിട്ടും. അപ്പോൾ റൂട്ട് ഓഫ് 25 × 25 രണ്ടും ഒരേപോലെ തന്നെ നമ്പർ എന്ന് പറഞ്ഞാൽ 5 × 5 ആണ് 25. അതായത് ഇതിൽ നിന്ന് ഒരെണ്ണം എഴുതിയാൽ മതി 5. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് ക്യൂ ആർ എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത്.
അപ്പോൾ QR കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടാൻ പിയും കോട്ടാറും കണ്ടുപിടിക്കണം. അപ്പോൾ ടാൻ പി ഈക്വൽ ടു ടാൻ പി എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണേണ്ടത് പിക്ചർ ഒന്നും കൂടി ഞാൻ വരയ്ക്കാം. ഇങ്ങനെ ഒരു സൈഡിൽ ഇത് അങ്ങനെയല്ല പിക്ചർ കൊടുത്തിരിക്കുന്നത്, സോറി. ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കോട്ടാറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോട്ടാറ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ടാൻ ആറ് കണ്ടുപിടിക്കാം. ടാൻ ആറിൻ്റെ എന്താണ് റിവേഴ്സാണ് കോട്ടാറ്. അപ്പോൾ ടാൻ ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ പിക്ചറിൽ ആർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ടാൻ ആർ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സൈഡ് 12 ആണ്. അപ്പോൾ 12 ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് അല്ല, ടാൻ ആർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് ടാൻ ആർ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. ഈ അഡ്ജസൻറ്റ് സൈഡ് QR എന്ന് പറഞ്ഞാൽ നമ്മൾ 5 കണ്ടുപിടിച്ചു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 12, അപ്പോൾ അതനുസരിച്ച് വാല്യൂ ചെയ്താൽ 12 ബൈ 5 ഇതാണ് കോട്ടാറ്. പക്ഷെ നമുക്ക് ടാൻ ആറ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോട്ടാറാണ്. കോട്ടാറ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണെങ്കിൽ കോട്ടാർ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. അതായത് ഇവിടെ നമുക്ക് കിട്ടി അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5 ബൈ 12 ഇതാണ് കോട്ടാറ്. ഫൈനലായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടാൻ പി മൈനസ് കോട്ടാറാണ്. അപ്പോൾ ടാൻ പി എന്ന് പറയുന്നത് നമ്മൾ 5 ബൈ 12 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അത് എഴുതി. ഇനി കോട്ടാർ എന്ന് പറഞ്ഞാൽ അതും 5 ബൈ 12 എന്ന് കണ്ടുപിടിച്ചു. ഈക്വൽ ടു, രണ്ടും ഒരേ നമ്പേഴ്സ്, 5 ബൈ 12ഉം 5 ബൈ 12. അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ രണ്ടും അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ 0 കിട്ടും. ഇതാണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ പ്രോബ്ലത്തിൽ സൈനെ തന്നിട്ടുണ്ട്. സൈൻ ഈസ് ഈക്വൽ ടു 3/4. കാൽക്കുലേറ്റ് ചെയ്യേണ്ട കോസൈൻ ടാനയും. അപ്പോൾ സൈനെ നമുക്ക് തന്നതനുസരിച്ച് ഒന്നും കൂടി എഴുതാം. സൈൻ ഈസ് ഈക്വൽ ടു 3/4. അതായത് ഇവിടെ പിക്ചറിൽ നമുക്ക് പിക്ചർ വരച്ചിട്ട് എ നോട്ട് ചെയ്യുക. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിൻ്റെ ഇത് സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇത് അഡ്ജസൻറ്റ് സൈഡ്. അതായത് സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിന് നെയിം ചെയ്യുക. BC എന്നാണ് വിളിക്കുന്നത് ഈ സൈഡിന്. അപ്പോൾ BC ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ AC. അപ്പോൾ BC ബൈ AC എന്ന് എഴുതാം. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റേഷ്യോയിലാണ് നേക്കണേ. ബൈ എന്ന് പറഞ്ഞാൽ 1/3 1/2 എന്ന് പറഞ്ഞാൽ 1:2. അതുപോലെ റേഷ്യോയിലാണ് നേക്കണേ 3:4 എന്നുള്ള റേഷ്യോയിലാണ് നേക്കണേ. അപ്പം നമുക്ക് BCനെ നമുക്ക് ഇപ്പോൾ 3 റേഷ്യോയിൽ മാറ്റിയിട്ട് BC ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് 3x അല്ലെങ്കിൽ 3 എന്തെങ്കിലും വേരിയബിൾ. അപ്പോൾ നമുക്ക് 3K എന്ന് വിളിക്കാം. 3K എന്ന് വിളിക്കാം. 3K AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4K എന്ന് എഴുതി. റേഷ്യോ എന്ന് മാറ്റി എഴുതി. ഇനി പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ AC സ്ക്വയർ, ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയറാണ്. ഈ 2 സ്ക്വയറാണ്. അപ്പോൾ ഇനി AC നമുക്ക് തന്നിട്ടുണ്ടാകുന്നു. AC നമുക്കിപ്പോൾ എന്താ വിളിച്ചത്? 4K. അപ്പോൾ ഇത് നമ്മൾ 4K എന്ന് വിളിച്ചു. ഈ സൈഡ് ഇപ്പോൾ നമുക്ക് 4K ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AC 4K, BC ഇതിപ്പോൾ എത്രയെന്ന് പറഞ്ഞാൽ BC 3K, ഈ സൈഡിന് 3K എന്നും എഴുതി. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് തിയറം അനുസരിച്ചിട്ട് ഇനി ACൻ്റെ സ്ഥലത്ത് അതിൻ്റെ വാല്യൂ ചെയ്താൽ, അതായത് ACൻ്റെ സ്ഥലത്ത് 4K ഹോൾ സ്ക്വയർ, ABൻ്റെ സ്ഥലത്ത് AB തന്നിട്ടില്ല, അപ്പോൾ AB സ്ക്വയർ തന്നെ ചെയ്താൽ, BCൻ്റെ സ്ഥലത്ത് 3K, അപ്പോൾ 3K സ്ക്വയർ. ഇനി ഇവിടെ AB ആണ് കാണേണ്ടത്. അപ്പോൾ AB സ്ക്വയർ അവിടെ തന്നെ കിടക്കട്ടെ. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്താൽ ഈ ഓർഡറിൽ തന്നെ, അല്ലെങ്കിൽ ഇനി കൺഫ്യൂഷൻ വരണ്ടല്ല. ഇനി 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 4 16, K എന്ന് പറഞ്ഞാൽ K സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ 4നും Kനും വരും. അപ്പോൾ 4 സ്ക്വയറും K സ്ക്വയർ എഴുതി. അപ്പോൾ 16 K സ്ക്വയർ. ഇനി AB സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എഴുതുക. പ്ലസ് 9 ഇവിടെ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, അപ്പോൾ 9K എന്ന് പറഞ്ഞാൽ K സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ 2നും കൊടുത്ത്. ഇനി AB അവിടെ തന്നെ കിടക്കട്ടെ. അപ്പോൾ AB എൻ്റെ ഇവിടെ തന്നെ കിടന്നിട്ട് ഇതിനെ സൈഡിലോട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ 16K സ്ക്വയർ ഓൾറെഡി ഈ ഈക്വൽ ടുവിൻ്റെ LHS സൈഡിൽ കിടപ്പുണ്ട്. ഇതാണ് LHS സൈഡ്, ഇത് RHS സൈഡ്. അപ്പോൾ ആ സൈഡിലോട്ട് 9K സ്ക്വയർ പ്ലസ് ആയിട്ട് കിടക്കണതാണ്. അതിങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും.
അങ്ങനെ മൈനസായി മൈനസ് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ. ഇനി 16k² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 2k² ടേംസ്. അപ്പോൾ 2 ഡിഫറൻസ് ആയത് പ്ലസ് ആയിട്ട് എടുക്കണം. 16 എന്ന് പറഞ്ഞാൽ പ്ലസ്, ഇത് മൈനസ്. അപ്പോൾ 16 നിന്ന് 9 കുറയ്ക്കുക. എന്നിട്ട് വലുതിൻ്റെ സൈൻ, വലുത് ഇപ്പോൾ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇപ്പോൾ സൈനൊന്നും ഇട്ടില്ലെങ്കിലും പോസിറ്റീവായിട്ട് തന്നെ ഇടുന്നു. അപ്പോൾ 16 നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 7 കിട്ടും. ഇനി k² ചെയ്താൽ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ. അപ്പോൾ എ ബി സ്ക്വയറിൻ്റെ വാല്യൂ ആണ് 7k² എന്ന് കിട്ടിയത്. ഇനി എ ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇനി എ ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എ ബി ഈക്വൽ ടു √7k². അപ്പോൾ k²ൻ്റെ വാല്യൂ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതായത് റൂട്ടും സ്ക്വയറും കൂടി ക്യാൻസൽ ആവും. അപ്പോൾ k ഫ്രീ ആയി. അതായത് ഇതിങ്ങനെ കിടക്കുമ്പോൾ സ്ക്വയർ ഉണ്ട് കേക്ക്. അപ്പോൾ റൂട്ടും ഈ സ്ക്വയറും കൂടി ക്യാൻസൽ ആയി ആൻസർ k ആവും. ഇനി 7 മാത്രമേ ഉള്ളൂ റൂട്ടിൻ്റെ അകത്ത്. അപ്പോൾ അതിനെ √7 എഴുതി. ഇനി അടുത്തത്, അപ്പോൾ എ ബി കിട്ടി. നമുക്ക് കോസയും ടാനയും കണ്ടുപിടിക്കണം. അപ്പോൾ കോസ് എ ഈക്വൽ ടു, പിക്ചർ ഒന്നും കൂടി വരയ്ക്കണം, മറ്റേ പേജിലായിപ്പോയി. അപ്പോൾ എ ബി സി, ഇത് 4k, ഇത് ഇവിടെ എത്രയെന്ന് പറഞ്ഞേക്കണേ 3k, ബി സി 3k. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു എ ബി √7k. ഓക്കെ. ഇനി കോസെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിക്ചർ നോക്കിയിട്ട് ഇതാണ് എ. ഈ കോസെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ സൈന്, അതല്ല. കോസെ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ബി. അതായത് എ ബി ബൈ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എ സി. ഇനി അതിൻ്റെ വാല്യൂസ് ചെയ്താൽ, അതായത് ഇവിടെ √7k ആണ് എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4k. അതിൽ കെയും മുകളിലും താഴെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ √7/4. ഇതാണ് കോസെ. ഇനി ടാൻ എ എന്ന് പറഞ്ഞാൽ ടാൻ എ ഈക്വൽ ടു, ടാൻ എ ഇവിടെ നോക്കൂ, എ ഇതാണ് ഇതിൻ്റെ ടാൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതാണ് ടാൻ എ. അതിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ബി സി ബൈ അഡ്ജസൻറ്റ് സൈഡ് എ ബി. അപ്പോൾ ബി സി എന്ന് പറഞ്ഞാൽ 3k, എ ബി എന്ന് പറഞ്ഞാൽ 7k, √7k. കെയും ക്യാൻസലായി ആൻസർ 3/√7 ആണ് എൻ്റെ ആൻസർ. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ 15 കോട്ടയം = 8 തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി എഴുതി. പിക്ചർ ഇതുപോലെ തന്നെ എ ബി സി എന്ന് ഡിനോട്ട് ചെയ്ത്. ഇനി ഇതിൽ നിന്ന് കോട്ടയെ കണ്ടുപിടിക്കാൻ വേണം. കോട്ടയെ ഈക്വൽ ടു, ഈ 15 ഇവിടെ ഇൻറ്റു ആയിട്ട് കിടക്കുകയാണ്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സൈഡ് ആർച്ച് സൈഡിലോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്യും. അതായത് 8/5 ആവും. ഇൻറ്റു ഈ സൈഡിലോട്ട് വരുമ്പോൾ LHS നിന്ന് ആർച്ച് സൈഡിലോട്ട് വരുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ 8/5 അല്ല, ഇവിടെ എത്രയാണ് 15. ഓക്കെ, 8/15. അപ്പോൾ ഇവിടെ എഴുതി. ഇനി നമുക്ക് അറിയാം കോട്ടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടാൻ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ടാൻ എ എന്താണെന്ന് എഴുതാം. ടാൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതാണ് എ. ടാൻ എന്ന് പറഞ്ഞാൽ ഈ ബി സി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്, അതായത് ബി സി ബൈ എ ബി ആണ്. അപ്പോൾ ഇത് നേരെ തിരിച്ച് എഴുതുമ്പോഴാണ് കോട്ടയാവുന്നത്. അതായത് കോട്ടയെന്ന് പറയുമ്പോൾ ഇവിടെ താഴെ കിടക്കുന്ന മുകളിൽ എഴുതണം, മുകളിൽ കിടക്കുന്നത് താഴേക്ക് എഴുതണം. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ എഴുതാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി സി ആണ്. ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ ഇതാണ് കോട്ടയം. അപ്പോൾ ഇതിവിടെ അപ്ലൈ ചെയ്ത് ഈ സൈഡ് അതുപോലെ തന്നെ എഴുതാം. എ ബി ബൈ ബി സി എഴുതി. ഇനി ഇതിൽ നിന്ന് എന്ത് കിട്ടി? ഇതിൻ്റെ വാല്യൂസ് കിട്ടി. ഏത് സൈഡാണ് 8? അപ്പോൾ ഇതാണ് എ ബി ആണ് 8 കിട്ടിയേക്കുന്നത്. ഇനി ബി സി എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ് 15. അത് കിട്ടി പിക്ചറിൽ നിന്ന്, ഇത് വാല്യൂസിൽ നിന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് റേഷ്യോയിൽ അടക്കണത്, അതായത് 8:15 നടക്കണത്. അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് ഇതിനെ വാല്യൂസിലോട്ടാക്കണം. അപ്പോൾ എ ബി ഈക്വൽ ടു 8k, ബി സി = 15k എന്ന് വിളിക്കാം. ഇനി പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് നമുക്ക് എ സി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ AC² ഈക്വൽ ടു മറ്റുള്ള സ്ക്വയർ സൈഡുകൾ AB² + BC² ഈക്വൽ ടു AB എന്ന് പറഞ്ഞാൽ 8k² + 15k². ഇനി എൻ്റെ വാല്യൂസ് ചെയ്താൽ 18² എന്ന് പറഞ്ഞാൽ 64 ആണ്, KA² എന്ന് പറഞ്ഞാൽ K², K × സ്ക്വയർ എന്ന് പറഞ്ഞാൽ K², 15² എന്ന് പറഞ്ഞാൽ 225,
കെയിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ സ്ക്വയർ, ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 289k സ്ക്വയർ. ഇനി ഇത് എ സി സ്ക്വയറിൻ്റെ വാല്യൂ ആണ് കിട്ടിയേക്കുന്നത്. ഇനി ഇതിൽ നിന്ന് എ സിൻ്റെ വാല്യൂ കിട്ടണം. എ സി ഈസ് ഈക്വൽ ടു √289k സ്ക്വയർ. അപ്പോൾ കെ സ്ക്വയറിൻ്റെ വാല്യൂ കെ എന്ന് കിട്ടും റൂട്ട് എടുത്ത് കഴിയുമ്പോൾ. അതിന് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17 × 17 ആണ് 289 ഇൻറ്റു കെ ഒരെണ്ണം എഴുതിയാൽ മതി, ഇതിൻ്റെ വാല്യൂ എഴുതിയാൽ മതി. അപ്പോൾ ആൻസറായി. ഇത് 17k ആണ് എ സി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിട്ടിയതനുസരിച്ചിട്ട് എ സിയുടെ വാല്യൂ ചെയ്താൽ എ സിയുടെ വാല്യൂ ഇവിടെ 17k ആണ്. ഇനി സൈനെ കണ്ടുപിടിക്കണം. സൈന എന്ന് പറഞ്ഞാൽ ഇതാണ് എ. അപ്പോൾ സൈന എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എൻ്റെ വാല്യൂ ചെയ്താൽ ഓപ്പോസിറ്റ് സൈഡ് 15k ആണ്. 15k ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 17k ആണ്. അപ്പോൾ കെയും ക്യാൻസലായി. അപ്പോൾ 15/17. അപ്പോൾ അതതിൻ്റെ ആൻസർ കിട്ടി. ഇനി അടുത്തത് സി കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സി കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/cos ആണ്. അതായത് കോസേൻ്റെ എന്താ കിട്ടണമെന്ന് വെച്ചാൽ അത് തിരിച്ച് എഴുതിയാൽ സി കെ. ഇപ്പോൾ കോസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഇവിടെ എ ബി ആണ്. അപ്പോൾ എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എ സി. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്തായി? ഈ സി കെ. അപ്പോൾ സി കെ ഈക്വൽ ടു നേരെ തിരിക്കുക, താഴെ കിടക്കുന്നത് മുകളിലായി എ സി ബൈ എ ബി ഈക്വൽ ടു എ സിയുടെ വാല്യൂ എഴുതാം. എ സി 17k, മറ്റേത് എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8k ഈക്വൽ ടു കെ ക്യാൻസലായി. അപ്പോൾ 17/8 വാല്യൂ കിട്ടി.